ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തുന്ന വസ്തുതാവിരുദ്ധമായ പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്ന് സീറോ മലബാർ സഭ. ബഹുസഹസ്രം മനുഷ്യരുടെ കണ്ണീരിൽ രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കരുതെന്ന് സഭ ഓർമ്മിപ്പിച്ചു. മന്ത്രി ശിവൻകുട്ടിയുടെ ദുഷ്ടലാക്കോടെയുള്ള നിരന്തരമായ പ്രസ്താവനകളെ അപലപിച്ചുള്ള സീറോ മലബാർ സഭയുടെ പ്രതികരണം ഇങ്ങനെ: ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ വർഷങ്ങളായുള്ള അഭ്യർത്ഥനകളെയും നിവേദനങ്ങളെയും നിരാകരിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ ജൂലൈ 31-നാണ് വിദ്യാഭ്യാസ വകുപ്പ് ഭിന്നശേഷി നിയമനത്തിൽ നിഷ്കർഷിച്ചിരിക്കുന്ന ഒഴിവുകൾ പൂർണ്ണമായും നികത്തിയാൽ മാത്രമേ മറ്റ് നിയമനങ്ങൾ അംഗീകരിക്കുകയും ശമ്പളം നൽകുകയും ചെയ്യുകയുള്ളൂ എന്നുള്ള ഉത്തരവിറക്കിയത്. എന്നാൽ ഗവൺമെന്റിന്റെ ഉത്തരവ് പ്രകാരം 1996 മുതൽ നടത്തിയ നിയമനങ്ങളുടെ 3%വും 2018 മുതൽ നടത്തിയ നിയമനങ്ങളുടെ 4%വും ഒഴിവുകൾ ഭിന്നശേഷിക്കാർക്കായി നീക്കിവെക്കുകയും പ്രസ്തുത വിവരം സത്യവാങ്മൂലത്തിലൂടെ ഗവൺമെന്റിനെ അറിയിക്കുകയും സമന്വയ എന്ന വെബ്സൈറ്റിൽ വിവരം അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. ഗവൺമെന്റ് നിഷ്കർഷിച്ചിരിക്കുന്ന അത്രയും ശതമാനം ഒഴിവുകൾ അവശേഷിപ്പിച്ചിട്ടാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ മറ്റ് നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ ഒഴിവുകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചുകൊണ്ടുള്ള പത്രപരസ്യങ്ങളും കൃത്യമായി നടത്തിയിട്ടും ഉണ്ട്. എന്നാൽ ഇതിൽ പകുതി പോലും ഒഴിവുകളിൽ യോഗ്യരായ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ ഗവൺമെന്റിന്റെ സഹായവും സഹകരണവും അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളെ ലഭിക്കാത്തതിനാൽ മുഴുവൻ പോസ്റ്റുകളിലേക്കും നിയമനം നടത്താൻ പറ്റാത്ത സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന അത്രയും ഒഴിവുകൾ നിലനിർത്തുകയും ബാക്കിയുള്ള നിയമനങ്ങൾക്ക് ഗവൺമെന്റ് അംഗീകാരം നൽകുകയും ചെയ്യണമെന്നുള്ളതാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന. 2018 മുതൽ ഭിന്നശേഷി നിയമന ഉത്തരവിൽ കുരുങ്ങി 16,000-ലധികം അധ്യാപകരാണ് നിയമനാംഗീകാരം ലഭിക്കാതെയും ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാതെയും ദുരിതത്തിൽ ആയിരിക്കുന്നത്. അധ്വാനിക്കുന്നവന്റെ അവകാശമായ കൂലി നിഷേധിച്ചുകൊണ്ട് സർക്കാർ നടത്തുന്ന ഈ ദുശാഠ്യം അവസാനിപ്പിക്കണം എന്നാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. എന്നാൽ തികച്ചും ധാർമ്മികവും നീതിപൂർവവുമായ ഈ അഭ്യർത്ഥനകളെ അവഗണിക്കുക മാത്രമല്ല, ഈ ആവശ്യം ഉന്നയിച്ച ക്രൈസ്തവ മാനേജ്മെന്റുകളെ ഒട്ടാകെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. ക്രൈസ്തവ സഭകൾ ഭിന്നശേഷി നിയമനങ്ങൾക്കെതിരാണ്. ഈ വിഷയത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമാണ്. ഇലക്ഷൻ അടുക്കുന്നത് കൊണ്ടുള്ള സമ്മർദ്ദ തന്ത്രമാണ്. ഇത് ഭീഷണിയും സർക്കാരിനെ വിരട്ടലുമാണ്. ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല തുടങ്ങിയ വളരെ ബാലിശവും വസ്തുതാവിരുദ്ധവും അവധാനതയില്ലാത്തതുമായ പ്രസ്താവനകളാണ് മന്ത്രി ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ എയ്ഡഡ് മേഖലയിലെ അധ്യാപകർ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി വേണ്ടവിധം പഠിച്ചിട്ടില്ല എന്നുള്ളത് നിരുത്തരവാദപരമായ അദ്ദേഹത്തിന്റെ ഇത്തരം പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഏതൊരു ധാർമ്മിക സമരത്തെയും എല്ലാ കാലത്തും ഭരണവർഗം നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഏതെങ്കിലും ഒരു ദുരാരോപണം അതിന്മേൽ ഉന്നയിച്ചുകൊണ്ടാണ്. ഇവിടെ സമ്മർദ്ദതന്ത്രം എന്നും വിരട്ടൽ എന്നും രാഷ്ട്രീയ പ്രേരിതമെന്നുമുള്ള ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി അതിജീവനത്തിന് വേണ്ടിയുള്ള അധ്യാപക സമൂഹത്തിന്റെ ധർമ്മസമരത്തിന്റെ മുനയൊടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ വിഷയത്തിൽ അദ്ദേഹത്തോട് ചർച്ചയ്ക്ക് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഇപ്പോഴും സന്നദ്ധവുമാണ്. മന്ത്രിയോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് പറയാനുള്ളത്: ഞങ്ങളിവിടെ ഗവൺമെന്റിനോട് ഒരു സംഘർഷത്തിനോ തിരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയല്ല ഈ സമരത്തിന് ഇറങ്ങിയത്. 2018 മുതൽ ഉന്നയിച്ച ആവശ്യമാണ് ഇപ്പോഴും ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഉപജീവനത്തിനുള്ള ഉപാധികൾ സകലതും അടയ്ക്കപ്പെട്ട് ദുരിതത്തിലായിരിക്കുന്ന 16,000-ലധികം വ്യക്തികളുടെയും അത്രയും കുടുംബങ്ങളിലെ 50,000-ഓളം വരുന്ന മനുഷ്യരുടെയും ജീവൽ പ്രശ്നമാണ് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത്. ദയവായി അതിൽ രാഷ്ട്രീയം കലർത്തി നശിപ്പിക്കാൻ ശ്രമിക്കരുത്. ഒരു ജനാധിപത്യ സർക്കാർ അതിലെ പൗരന്മാരോട് ദുശാഠ്യത്തിന് പോകുന്നത് ഉചിതമാണോ എന്ന് നിങ്ങൾ പര്യാലോചിക്കണം. ബഹുസഹസ്രം മനുഷ്യരുടെ കണ്ണീരിൽ നിങ്ങൾ രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കരുതെന്ന് സീറോ മലബാർ സഭ PRO ഫാദർ ടോം ഓലിക്കരോട്ട് മുന്നറിയിപ്പ് നൽകി.